നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ തന്നെയായിരുന്നു. ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ പോലും അത്ഭുതപ്പെടുകയാണ്. ഈ ഒരു നെഗറ്റീവായ ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു ചിന്ത, ഒരു ബോഡി ലാംഗ്വേജ് ജീവിതം തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള അനുഭവം ഉണ്ടാവുക. സ്വാമിജി, അതുവഴി നമുക്ക് പോകാമോ? തീർച്ചയായും. ലോകത്തിലെ ഏറ്റവും സാധ്യതയുള്ള സാധനമാണ് സൈഗോട്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഓർമ്മയുണ്ടാവും. ഉണ്ട് സ്വാമിജി. ആ ഫെർട്ടിലൈസ്ഡ് അതെ, ബീജം. അതെ. വ്യാസൻ വിചിത്രവീര്യൻ്റെ മരണം കഴിഞ്ഞ് അംബിക, അംബാലിക, അംബ ഇവരിൽ അംബ പോയി കഴിഞ്ഞ് അംബാലികയെയും അംബയെയും അമ്മയുടെ നിർബന്ധം കൊണ്ട് സമീപിക്കുന്ന ഒരു രംഗമുണ്ട്. നിയോഗത്തിലൂടെ പുത്രനുണ്ടാകാൻ. പഴയ കാലമാണ്. പാശ്ചാത്യർ ഇതിനെ ചരിത്രമെന്നെഴുതും, നമ്മളിതിനെ കൽപ്പിത കഥ എന്നെഴുതും. നല്ലത് നമ്മുടെ സമീപനമാണ്. ഇത് ചരിത്രമല്ല, കൽപ്പിതമാണ്. ഒരു സാഹചര്യ സംബന്ധിയായ അറിവിൽ നിന്നാണ് കൽപ്പനകൾ ലോകത്തുണ്ടാകുന്നത്. ഒരുത്തന് ഭാവനകൾ ഉണ്ടാകാൻ നിമിത്തങ്ങളും അറിവുകളും ഒന്നുണ്ടാവണം. ഭാവനയിൽ ഇത്രയും അറിവുണ്ടാകണമെങ്കിൽ ആ ഭാവനയ്ക്ക് കാരണമായ ചുറ്റുപാടുകളൊന്നുണ്ടാവണം. വ്യാസനെ പോലൊരു വ്യക്തി അന്ന് ഇത്രയും ഭാവിക്കത്തക്ക വിധത്തിലുള്ള രാജാക്കന്മാരും രാജ്യകുടുംബങ്ങളും നിയമങ്ങളും ഭാവനയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നിയമനിർമ്മാണങ്ങളൊക്കെ തോറ്റുപോകും. ഇന്നും നമ്മുടെ കോടതികളിൽ ബീജാണ്ടങ്ങൾ സ്വീകരിക്കുന്നതിന് നിയമമില്ല. അതെ, നമ്മളൊരു തവണ അത് പറയുകയും ചെയ്തു. അതിനകത്ത് ഏറ്റവും വികലമായൊരു സത്യം, നിയമമില്ലാത്ത പലതിനെയും മോശമാക്കാനോടുന്ന പത്രങ്ങൾ ഇതിനെ നിശബ്ദമായി സാധൂകരിക്കുന്നുണ്ട്. ആധുനികവും പൗരാണികവുമായ ആശുപത്രികളിൽ തൊഴിൽ ചെയ്യുന്ന ഒട്ടേറെ പേർ, സാങ്കേതിക തൊഴിൽ ചെയ്യുന്ന ഒട്ടേറെ പേർ അവയിൽ ലൈസൻസ് ഉള്ളവരോ ക്വാളിഫൈഡോ അല്ല. അടുത്ത കാലത്താണ് ഒരു ഡോക്ടറുടെ മകൻ ഓപ്പറേറ്റ് ചെയ്തു വന്ന കഥ വന്നത്. അന്ന് കേരളത്തിലൂടെ അന്വേഷിച്ചൊരു സമൂഹം കണ്ടെത്തിയത് കേരളത്തിലെ പ്രമുഖ ആശുപത്രികളിലെല്ലാം ബഹുമാന്യരായ സർജന്മാരുടെ കീഴിൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് സർജറി നിർവഹിക്കുന്നുണ്ടെന്നാണ്. പ്രഗത്ഭ നഴ്സുമാർ സർജറി നിർവഹിക്കുന്ന ഒരുപാട് ആശുപത്രികളുണ്ടെന്നാണ്. നിത്യപരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം. അവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉത്തരവാദിത്വമായിട്ട് സൈഡിൽ നിൽക്കുകയാണ്. ഇതെല്ലാം സാങ്കേതികമായ കഴിവും ലൈസൻസും കൈവന്നിട്ട് ചെയ്യാൻ ഒരുങ്ങിയാൽ ഇന്ന് ചെലവാക്കുന്ന ചെലവിൽ ഇതൊന്നും ചെയ്യാനാവില്ല. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. മറ്റതല്ല എൻ്റെ ലക്ഷ്യം. അവരുടെ പരിപാടിക്ക് തുരങ്കം വെക്കലല്ല എൻ്റെ ലക്ഷ്യം. മനസ്സിലായി സ്വാമിജി. ഇതൊരു വലിയ നെഗറ്റീവ് തോട്ടിൽ നിന്ന് രൂപാന്തരപ്പെട്ടു എന്നാണ്. സാങ്കേതിക വിദ്യയുടെ വികാസ പരിണാമങ്ങൾ എടുത്തു പഠിച്ചാൽ മനുഷ്യൻ്റെ ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരുപാട് അന്നജമുള്ള ആഹാര പദാർത്ഥങ്ങളാണ്. അവ ഉൽപ്പാദിപ്പിക്കുന്ന മലകളിലും മറ്റുള്ളിടത്തുമൊക്കെ പണിയെടുക്കുന്നവൻ സ്വന്തം സുരക്ഷിതത്വം നോക്കി പണിയെടുക്കാൻ തുടങ്ങിയാൽ ഉൽപ്പാദന പ്രക്രിയ തകർന്നു പോകും. മലയുടെയൊക്കെ ഉച്ചിയിൽ കയറിയാണ് പലപ്പോഴും കൃഷി ചെയ്യുന്നത്. മനസ്സിലായോന്നറിയില്ല. മനസ്സിലായി സ്വാമിജി. വളരെ ബുദ്ധിമുട്ടുണ്ട്. കെട്ടിടങ്ങളിലും മറ്റും മുൻപ് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം,
തീപിടുത്തം വരുമ്പോൾ അന്നേരമുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റാണ്. അതെ. ഇന്ന് പരിശീലനം സിദ്ധിച്ച ആളുകൾ, പഠിപ്പുള്ളവർ, ലൈസൻസ് ഉള്ളവരെ നിയമിച്ചിട്ട് വേണം അവ നിലനിർത്താൻ. അപ്പോൾ അവൻ്റെ ശമ്പളം ആ ക്രൈസിസ് മാനേജ്മെൻറ്റിന് ക്രൈസിസ് ഇല്ലാത്തപ്പോഴും അവനെ വെറുതെ ഇരുത്തുമ്പോൾ അവൻ അവിടുത്തെ പണിയെ നശിപ്പിക്കുന്നത്. അതെ. മീൻ പിടിക്കാൻ പോകണം, അവൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കി കഴിഞ്ഞ് മീൻ പിടിച്ചുകൊണ്ടൊന്ന് വിൽക്കണമെന്ന് വെച്ചാൽ ഇന്നത്തെ വിലയ്ക്ക് മത്സ്യം വിൽക്കാനാവില്ല. ഇന്നും തിരുവനന്തപുരത്ത് എടുത്തു വെക്കുന്ന ഒരു കട്ടാമരം മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടിട്ട് അതിലേക്ക് ചാടുകയാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഇല്ല സ്വാമിജി. മീൻ പിടിക്കാൻ പോകുന്നവർ എന്നിട്ട് തുടഞ്ഞു പോവുകയാണ്. നേരിട്ട് കണ്ട ഒരു കാഴ്ചയുണ്ട്. പറയൂ സ്വാമിജി. കന്യാകുമാരിയിൽ കടൽ എരമ്പി ഇളകുകയാണ്. മീൻ പിടിക്കാൻ പോയ അച്ഛൻ മരിച്ചുപോയി. മരിച്ചു എന്ന് ഉറപ്പില്ല. അച്ഛൻ്റെ കട്ടാമരം തിരിച്ചു വന്നു, അച്ഛൻ വന്നില്ല. മകൻ വഞ്ചിയിറക്കുകയാണ്. പടുക്കെ നിൽക്കുന്ന മാന്യനായ മനുഷ്യൻ അവനോട് ചോദിച്ചു, നിന്റെ അച്ഛൻ ഈ കടലിലല്ലേ മരിച്ചത്, നീ ഇത്ര ധൈര്യത്തോടെ വീണ്ടും ഇറങ്ങുന്നു? അവൻ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ എവിടെ കിടന്നാണ് മരിച്ചത്? വീട്ടിൽ കട്ടിലിൽ കിടന്നു. നല്ല അപ്പൂപ്പൻ കട്ടിലിൽ കിടന്നാണ് മരിച്ചത്. ഓ, ഇപ്പം നിങ്ങൾ കട്ടിലേ കിടക്കാറില്ല. മരണവും കട്ടിലുമായി ബന്ധമില്ല മനുഷ്യ. മരണത്തെ കട്ടിലിനോട് ബന്ധപ്പെടുത്തി, കട്ടാമരത്തോട് ബന്ധപ്പെടുത്തി, സ്കൂട്ടറിനോട് ബന്ധപ്പെടുത്തി, ബസ്സിനോട് ബന്ധപ്പെടുത്തി അപഗ്രഥിക്കുന്ന ഒരു ജനതയുടെ ബുദ്ധിയുടെ വൈകല്യമാണത്. മരണം കോശത്തിൻ്റെ ഒരു നിർബന്ധമാണ്. അതിന് കോശം തിരഞ്ഞെടുക്കുന്ന അനേക വഴിയിൽ ഒന്ന് മാത്രമാണ്. സ്വന്തം കോശം മരണം തിരഞ്ഞെടുക്കാതെ മരണമുണ്ടാവില്ല. ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണല്ലോ അല്ലേ സ്വാമിജി? തീർച്ചയായും. അപ്പോൾ കോശങ്ങളുടെ ഒരു വിളി തന്നെയല്ലേ? തീർച്ചയായും. നിങ്ങളുടെ ബോധത്തിലേക്ക്, അറിവിലേക്ക് രോഗങ്ങളെ, മരണത്തെ ഋണാത്മകമായി ആനയിച്ചെത്തിക്കുന്ന വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ആദ്യം മാനവൻ മോചനം നേടേണ്ടത്. ആധുനിക വിദ്യാഭ്യാസത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ തെളിവതാണ്. അത് ഋണാത്മകമാണ്. അത് രോഗങ്ങളെയും മൃത്യുവിനെയും അപകടങ്ങളെയും ദുസ്ഥിതികളെയും അവൻ്റെ മസ്തിഷ്കത്തിൽ ആനയിച്ചു കൊണ്ടുവന്ന് ഭാവനയുടെ സംഭ്രമബഹുലമായ ഒരു ലോകം സൃഷ്ടിച്ച് അവൻ്റെ ഹോർമോണുകളെയും എൻസൈമുകളെയും എല്ലാം മാറ്റിമറിച്ച് വികലമാക്കുന്നു. അനന്ത സാധ്യതയോടുകൂടിയ ജീവനെ പഠിച്ചവനും പഠിക്കാൻ പോകുന്നവനും ചേർന്ന് സാധ്യതകളെ മുഴുവൻ അസ്തമിപ്പിച്ച് മഹാരോഗങ്ങളുടെയും അപകടങ്ങളുടെയും ദുസ്ഥിതികളുടെയും മൈതാനത്ത് കൊണ്ടുവന്ന് വിടുന്നു, ഏകനാക്കി. ഇത് പ്രാചീനൻ ദൃഗ്വിപര്യേയമെന്ന മഹാപാപത്തിലൂടെ കണ്ടെത്തി എന്ന് വരുമ്പോൾ ഇത്രയും അനുഭവങ്ങൾ കണ്ടിട്ടും നാം കണ്ടെത്തിയില്ല. രോഗിയായ അച്ഛനെ പരിചരിച്ച് മറ്റൊരു മകൻ രോഗിയാകുമ്പോൾ ജനിതക പാരമ്പര്യമാണത് എന്ന് പറയുമ്പോൾ പാരമ്പര്യം അറിവാണോ, ആ ജനിതകത്തിനകത്ത് കോർത്തുവെച്ച അറിവാണോ,
അതല്ല ജനിതകത്തിനകത്ത് ആ രോഗമാണ് വെച്ചതെങ്കിൽ എന്തുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന് ആ അച്ഛന് രോഗം വന്നപ്പോൾ തന്നെ മകനെ രോഗം വരാതിരിക്കാൻ ആ ജനിതകാംശം എടുത്തു കളയാൻ കഴിഞ്ഞില്ല ജനറ്റിക്കലായി? ഈ രോഗിയായ അച്ഛനെ പരിചരിക്കുന്ന മകൻ അതിൻ്റെ എല്ലാ പോസിറ്റീവ് സെൻസോടുകൂടി പരിചരിച്ചിരുന്നെങ്കിൽ ആ രോഗം ചിലപ്പോൾ വരില്ലായിരിക്കുമല്ലേ? അച്ഛനിൽ വെച്ച് തന്നെ അവൻ്റെ രോഗം തീർന്നേനെ. അച്ഛനെ പരിചരിക്കുന്നതിലൂടെ അവൻ്റെ രോഗവും കൂടെ അവൻ പരിചരിച്ച് മാറ്റുമായിരുന്നു. ഭിഷഗ്വരൻ മിടുക്കനാണെങ്കിൽ ഈ കാണായ രോഗികളുടെ രോഗമെല്ലാം ചികിത്സിച്ച് ഭേദമാക്കുമ്പോൾ അവൻ്റെ രോഗങ്ങളെല്ലാം ഒന്നിച്ച് ഭേദമാക്കുകയാണ്. ലോകത്തിൻ്റെയും അവൻ്റെയും നിത്യശത്രുവായ രോഗത്തോട് സന്ധിയില്ലാത്ത സമരത്തിലൂടെ അവൻ ലോകത്തെയും തന്നെയും കൂടി ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇതാണ് പ്രാചീനൻ്റെ ആരോഗ്യശാസ്ത്രം. ദൃഗ്വിപര്യം എന്നത് ചെറുതല്ല. അതെ, തീർച്ചയായും. ഇന്ന് നിങ്ങൾ ഒരു രോഗവുമായി ഒരു ആശുപത്രിയെ സമീപിച്ചാൽ, ഒരു ഭിഷഗ്വരനെ സമീപിച്ചാൽ, അയാൾ നിങ്ങളെ സമാധാനിപ്പിക്കുകയല്ല. തീർച്ചയായും. ഇപ്പോഴാ രോഗിക്കുള്ള അവസ്ഥ പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും അല്ല ശ്രമിക്കുന്നത്. വരാനിരിക്കുന്ന ദിനങ്ങൾ എത്ര കാളരാത്രികളായിരിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഇത്. അവൻ്റെ വർത്തമാന ലോകത്തെയും ജീവിതത്തെയും കളയുകയാണ് ഇത്. എൻ്റെ നാളുകളെക്കുറിച്ച് എൻ്റെ മസ്തിഷ്കത്തിൽ ഇന്ന് ബോധമുണ്ടാക്കുകയാണ്. എന്നിട്ട് എൻ്റെ മസ്തിഷ്കം നാളെ ആ ലോകത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നവൻ സിദ്ധനാകുകയാണ്. മനസ്സിലായി സ്വാമിജി. ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇസ്ലാമിക സംസ്കൃതിയിലുള്ളതല്ല. ഇന്ത്യ ദീർഘകാലം ഭരിച്ച രാജവംശങ്ങളിലൊന്നാണ് മുഗൾ. ബാബറിൽ ആരംഭിച്ചു. ആ പഴയ കഥയൊക്കെ ഇന്ന് വളരെ വികലവും വിവരമില്ലായ്മ കലർന്നതുമാണ്. എത്ര സമ്പന്നമായിരുന്നാലും, ചരിത്രത്തിൽ എത്ര പ്രാധാന്യമുള്ളതായിരുന്നാലും, എത്ര കണ്ട് ഉന്നത സംസ്കാരമുള്ളതായിരുന്നാലും ഒരു സത്യം നിഷേധിക്കാനാവില്ല. നമ്മുടെ രാജ്യത്തെ മുഗളന്മാർ ഭരിച്ചിട്ടുണ്ട്. തീർച്ചയായും. ആ സത്യം സ്വീകരിക്കാനുള്ള വൈമനസ്യം എന്നത് ഭാരതീയമല്ല, അത് പാശ്ചാത്യമാണ്. അതുകൊണ്ട് സ്വീകരിക്കാത്ത മനസ്സുകൾ ഭാരതീയമല്ല. സത്യമാണ് ഭാരതീയൻ്റെ അന്വേഷണത്തിൻ്റെയും തപസ്സിൻ്റെയും പഠനത്തിൻ്റെയും ഋജുവായ അംശം. ആ മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ബാബറിനൊരു മകനുണ്ടായിരുന്നു, ഹുമയൂൺ. അങ്ങനെയാണോ? അദ്ദേഹത്തിനൊരു അസുഖം വന്നു. കുട്ടിക്കാലത്ത് പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല സ്വാമിജി. ഇന്ത്യ ചരിത്രത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസിലുമൊക്കെ ചരിത്രാംശം പഠിക്കും. അന്ന് സോഷ്യൽ സ്റ്റഡീസ് രണ്ടും ഒന്നിച്ചുള്ള ഒരു പുസ്തകമാണ് നിങ്ങൾ പഠിക്കുമ്പോൾ. ഇപ്പോൾ അത് ചരിത്രവും പൗരധർമ്മവും ഒക്കെ വേറെ വേറെയാണ്. ശരിയല്ല? ശരിയാണ്. അപ്പോൾ അതിൽ മകൻ ഹുമയൂണിന് രോഗം വരുന്ന സമയത്ത് വെള്ളം ജപിച്ചു കൊടുക്കുകയല്ല ഇത്, മരുന്നുകൾ കൊടുക്കുകയല്ല ഇത്. ഇതൊക്കെ ഇസ്ലാമിക സങ്കല്പത്തിലുള്ള. രോഗത്തെ പാപമായി കാണുന്നത് ഭാരതീയ സങ്കല്പത്തിൽ മാത്രമുള്ള. ശരിയാണ്. ശരിയാണ് സ്വാമിജി. ബാബർ കടക്കയ്ക്ക് ചുറ്റും നടന്നു, പടച്ചവനോട് നന്നായി പ്രാർത്ഥിച്ചു. പുത്രന്റെ രോഗം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു, പുത്രനെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. ആ സംസ്കൃതി ഭാരതീയമാണ്. ഇന്ത്യ ഭരിച്ചതിൽ നിന്ന് അയക്കുവന്ന മതം മാറ്റമാണ്, മനംമാറ്റവുമാണ്. മനസ്സിലായി സ്വാമിജി. അതിന് നിയോഗിതനുമാണ് അയാൾ.
എത്ര സത്യസന്ധനായിരുന്നു അദ്ദേഹം എന്ന് ഓർത്തു പോവുകയാണ് സ്വാമിജി. അത് അത് പഠിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായും തീർച്ചയായും. ജീവിതത്തിൽ അയാൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ രോഗിയായി കിടന്നു, മകൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അക്കാലത്തെ ചരിത്രകാരന്മാരിന് കള്ളം എഴുതാണോ എന്നറിയില്ല. എന്തായാലും ഇസ്ലാമായി ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിനകത്ത് അന്നെഴുതിയ പണ്ഡിതന്മാർ ഏകസ്വരത്തിൽ ഇങ്ങനൊരു ചരിത്രം എഴുതി വെച്ചുവെങ്കിൽ ഇന്നുള്ള ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ വായിച്ചാൽ, ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ തോന്നും, ഇത് ചരിത്രത്തിൽ നിന്ന് മാറ്റണം തോന്നുമോ എന്നൊന്നും എനിക്കറിയില്ല. മനസ്സിലായി സ്വാമിജി. ഇത് വായിച്ചാലെങ്കിലും ഹിന്ദുക്കളുടെ മനസ്സ് മാറുമോ എന്നും എനിക്കറിയില്ല. ചരിത്രത്തിലുണ്ടായതായി അതെ. തൻ്റെ പിതാവ് പ്രദക്ഷിണം വെച്ച് രോഗം സ്വയം ഏറ്റെടുത്ത് രോഗത്തെ മാറ്റുമ്പോൾ ആ മാനസികാവസ്ഥ എന്താണ്, മനസ്സിൻ്റെ വിഭൂതി എന്താണ്? പിതാവ് ഇത് മാറ്റിക്കഴിയുമ്പോൾ പുതിയൊരു കോശപ്രഭാവം കൊണ്ട് രോഗം മാറി വന്ന ആ കോശങ്ങളുടെ സങ്കലിത സംസ്കാരത്തിൽ ഹുമയൂണിന് ജനിക്കുന്ന പുത്രൻ അക്ബർ പുതിയൊരു മതം തന്നെ ഉണ്ടാക്കി. ഹിന്ദു മതത്തെയും ഇസ്ലാം മതത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ദിന്നിലാക്കി. മനഃശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കണ്ണു തുറന്നു നോക്കാൻ കഴിയുന്ന മനഃശാസ്ത്രകാരനോ സാമൂഹ്യ ശാസ്ത്രകാരനോ മാനവശാസ്ത്രകാരനോ അന്വേഷിച്ചാൽ പിടികിട്ടാത്ത 1000 ചോദ്യങ്ങൾ ഉണർന്നു വരുന്ന ഒരു രംഗം അവിടെയുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ കണ്ണടച്ച് പഠിക്കുന്നതിനപ്പുറം സംസ്കൃതികളുടെ ഏറ്റുവാങ്ങലുകളിൽ, സംസ്കൃതികളിലേക്കുള്ള പരിണാമങ്ങളിൽ അക്ബർക്കും ഹുമയൂണിനും ബാബർക്കും മതം പരിവർത്തനം ചെയ്യാം. 1000 അധികാരമുണ്ട്, പണമുണ്ട്. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. അക്ബറെയും ഹുമയൂണിനെയും ബാബറെയും മതപരിവർത്തനം ചെയ്യുവാൻ അന്നത്തെ ഇന്ത്യ സുസജ്ജമല്ല. എങ്ങനെയാണ് അവർ മതം മാറിപ്പോയത്? സനാതന ഭാരതി സനാതനമായൊരു അംശത്തിൽ സംസ്കൃതിയെ മാറ്റാൻ വരുന്നവനെ അവൻ അറിയാതെ മതപരിവർത്തനം ചെയ്യുന്നുവോ എന്നുകൂടി അന്വേഷിക്കുന്നത് നല്ലതാണ്. മനസ്സിലായി സ്വാമിജി. അഥവാ പോസിറ്റീവായിട്ട് ഇതിനെ സമീപിക്കുമ്പോൾ നമുക്കകത്ത് തന്നെ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ, അത് പുതിയൊരു മതം തന്നെ ഉണ്ടാവുക. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. അപ്പോൾ മനുഷ്യ മനസ്സ് ധനാത്മകമായ ചിന്തകളിലൂടെയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ചിന്തകളാണ് അവൻ്റെ അറിവ്. അറിവിലാണ് അവനിരിക്കുന്നത്. അവൻ്റെ ആധാരം അറിവാണ്. അറിവിലാണ് അവന് രോഗങ്ങളുണ്ടാകുന്നത്. അറിവിൻ്റെ സനാതനമായ ധനാത്മകതയാണ് അവൻ്റെ ആരോഗ്യം. അറിവിൻ്റെ ഋണാത്മകതയാണ് അവൻ്റെ രോഗം. എപ്പോഴെല്ലാം സാമൂഹിക പശ്ചാത്തലം അറിവിൻ്റെ രംഗവേദികളിൽ, സാമൂഹികതയിൽ ഋണാത്മകങ്ങളായ പ്രതിഭാസങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, അവിടെ സാമൂഹിക ആരോഗ്യക്രമങ്ങളെല്ലാം താളം തെറ്റുന്നു. ഈ വസ്തുതയെയാണ് നാം അറിയേണ്ടത്. മാനവ മനസ്സ് ഋണാത്മകമായി വളരാൻ പാകത്തിന് വിദ്യാഭ്യാസം കൊടുക്കരുത്. തെങ്ങേൽ മനുഷ്യൻ ചാടി കയറിയിരുന്നു, വല്ലപ്പോഴുമൊക്കെ ഒരുത്തം വീണിരുന്നു. തെങ്ങ് കയറാനുള്ള ഉപകരണങ്ങൾ വന്നപ്പോഴുകൂടി തെങ്ങ് കയറ്റം അസാധ്യമായി തീർന്നു. ഇതും വലിച്ചു കയറണ്ടേ? അതെ അതെ, ഇത് സെറ്റപ്പാക്കണ്ടേ? ആ നേരം കൊണ്ട് ഇവൻ പരിശീലിച്ച് ചാടി കയറിയിരുന്നു. തലയുറ്റി ചിലപ്പം BP ഉള്ളവൻ താഴെ വീണിരുന്നു. ഒന്നും ഒറ്റയൊക്കെ മരിച്ചിരുന്നു. അത് ഇതേന്നും വീഴാം.
കാർ ഓടിച്ച് ആശുപത്രിയിലേക്ക് പോയി മരിക്കുന്നില്ലേ? തീർച്ചയായും. അടുത്ത ദിവസമല്ലേ ഒരു സിനിമാ നടൻ തന്നെ അതെ അങ്ങനെ മരിച്ചത്. അതെ. അപ്പോൾ ഈ ഉപകരണങ്ങൾ ഉണ്ടായതുകൊണ്ട് മരണം മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കൂടുതൽ കൂടുതൽ സങ്കേതങ്ങളെ ഉണ്ടാക്കി ഭീകരമാക്കുകയും ഭയപ്പെടുത്തുകയും. ഇന്നലെ വരെ കടലിലേക്ക് ചാടിയിറങ്ങിപ്പോയി മീൻ പിടിച്ചവൻ ഇന്ന് പ്രത്യേകതരം ലൈഫ് സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി ബെൽറ്റും ഒക്കെ ഇട്ട് പോകുന്ന ബോട്ടുകൾ ഉണ്ടാക്കിയാൽ അവൻ്റെ ശ്രദ്ധ കുറയും. താൻ സുരക്ഷിതനാണല്ലോ എന്ന ബോധമാണ് ഉണ്ടാകുക. ബെൽറ്റിട്ട് ഓടിക്കാൻ, സുരക്ഷിതത്വം സ്വീകരിക്കാൻ ഒക്കെ കൂടുതൽ കൂടുതൽ സങ്കേതങ്ങൾ ഉണ്ടാക്കും തോറും താൻ സുരക്ഷിതനാണ് ശാസ്ത്രത്തിൽ എന്ന ബോധമുണ്ടാക്കുകയും അരക്ഷിതനായിത്തീരുകയും അപകടങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. അതെ സ്വാമിജി. മനുഷ്യൻ്റെ ബേസിക് ഡ്രൈവുകളിൽ ഒന്ന് അഡ്വഞ്ചറാണ്. അത് സുരക്ഷിതത്വത്തിന് അനുഗുണമായി വളർത്തിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസമെങ്കിൽ ധനാത്മകമാണ്. നമ്മൾ നേരത്തെ വളരെ ചർച്ച ചെയ്തതാണ്. അതെ സ്വാമിജി. സുരക്ഷിതത്വത്തെ മാറ്റി നിർത്തിയിട്ട് ശാസ്ത്രത്തിൻ്റെയോ സാങ്കേതിക വിദ്യയുടെയോ അതിസാഹസികതയുടെ എല്ലാ അംശങ്ങളും അപകടകരങ്ങളാണ്, ഋണാത്മകങ്ങളാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആശുപത്രികൾ, വീട്ടിലെ പരിചരണങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, ജീവിത രീതികൾ എല്ലാം ഋണാത്മകമായ ചിന്തകളുള്ള ഒരു സമൂഹം.